ഈശോ മിശിഹായിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുനാഥൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ യൂദാസ്കറിയാത്തായെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഒറ്റുകാരനായ യൂദാസ് എന്നാണ് യൂദാസിനെ പറ്റി നമ്മൾ പറയുക. ഒരു അപ്പസ്തോലൻ അല്ലെങ്കിൽ ഒരു വിശുദ്ധനായ മനുഷ്യൻ എങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് കാരണക്കാരനായി, പങ്കുകാരനായി, എങ്ങനെ ഒരു വിശുദ്ധൻ ഒരു ഗൗരവമായ പാപിയായി മാറി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. മാത്രമല്ല, ഒരു തെറ്റ് ചെയ്തിട്ട് കർത്താവിനെപ്പറ്റി, കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് പഠിച്ച ഒരു അപ്പസ്തോലൻ എങ്ങനെ ആത്മഹത്യയിൽ ചെന്ന് അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഒരു മുന്നറിയിപ്പും ഒരു വലിയ പാഠവുമാണ്. യൂദാസ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് യൂദ എന്ന വാക്കിൽ നിന്നാണ്. യഹൂദന്മാരുടെ ഇടയിൽ വളരെ പരിചിതമായ ഒരു പേരാണ് യൂദ എന്നുള്ളത്. അതിൻ്റെ വാച്യാർത്ഥം പ്രേസ്ഡ് അല്ലെങ്കിൽ സ്തുതിക്കപ്പെടുന്നവൻ. യൂദ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്നറിയപ്പെട്ട യാക്കോബിൻ്റെ 12 ആൺമക്കളിൽ ഒരുവനാണ്. അതുകൊണ്ട് തന്നെ 12 ഗോത്രങ്ങളിൽ ഒന്നും യൂദായുടെ ഗോത്രമാണ്. അത് രാജകീയ ഗോത്രമായി പിന്നീട് അറിയപ്പെട്ടു. കാരണം മഹാനായ ദാവീദ് രാജാവ് ആ ഗോത്രത്തിൽ നിന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളെല്ലാം നിന്നായിരുന്നു യഹൂദന്മാർക്ക് രാജാക്കന്മാർ ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നതും. ഇനി യൂദാസ്കറിയാത്തായുടെ പിതാവെന്ന് പറയുന്നത് സൈമൺ സ്കറിയാത്തായാണ്. സ്കറിയാത്ത അല്ലെങ്കിൽ ഇസ്കറിയാത്ത് എന്നതിൻ്റെ അർത്ഥം എ മാൻ ഫ്രം കെരിയോത്ത്, കെരിയോത്തിൽ നിന്നുള്ള ആൾ എന്ന അർത്ഥമാണ്. അത് യൂദയായിലാണ് കെരിയോത്ത്. അതുകൊണ്ട് കർത്താവിൻ്റെ ബാക്കി ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ബാക്കി 11 പേരും ഗലീലയിൽ നിന്നാണെങ്കിൽ യൂദാസ്കറിയാത്ത വന്നത് യൂദയായിൽ നിന്നാണ്. അതുകൊണ്ട് ജെറൂസലേമിലെ ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് യൂദയായിലെ ആളുകളുമായിട്ട് കൂടുതൽ കണക്ഷനുള്ള വ്യക്തിയാണ് യൂദാസ്കറിയാത്ത. യാഥാസ്ഥിതികരായ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഈശോ പല വിപ്ലവകരമായ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ അതിൽ യൂദാസ്കറിയാത്ത ആകർഷകനായിരിക്കണം. അതുകൊണ്ട് സാംസ്കാരികമായി മറ്റ് 11 അപ്പസ്തോലന്മാരിൽ നിന്ന് ഒരു വ്യത്യാസം യൂദാസ്കറിയാത്തായിക്ക് ഉണ്ടായിരുന്നു. യൂദാസിനെ എങ്ങനെയാണ് ഈശോ തിരഞ്ഞെടുത്തത് എന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായി ഈശോ യൂദാസിനെ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട സൽഗുണങ്ങളെല്ലാം ഈശോ യൂദാസിൽ കണ്ടിരുന്നു. മറ്റ് അപ്പസ്തോലന്മാർക്ക് കൊടുത്തിരുന്ന അതേ പരിശീലനം ഈശോ ഈ യൂദാസിനും കൊടുത്തിട്ടുണ്ടാകണം. മറ്റുള്ളവരെ പോലെ തന്നെ ഈശോ അദ്ദേഹത്തെയും അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു. ഈശോയിൽ നിന്ന് നേരിട്ട് ഈശോയുടെ പ്രബോധനങ്ങൾ കേൾക്കുവാനും ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാനും യൂദാസിന് അവസരം കിട്ടി. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് 2 പേരായി അയച്ചു. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം പകരുവാനും. അതിൽ പങ്കുകാരനായിക്കൊണ്ട് യൂദാസും ഈശോയുടെ നാമത്തിൽ വചനം പ്രഘോഷിക്കുകയും ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. അപ്പസ്തോല ഗണത്തിലെ ഖജാഞ്ചിയായിരുന്നു യൂദാസ്കറിയാത്ത എന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ
6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഈ ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും പണപ്പെട്ടിയിൽ നിന്ന് അവൻ്റെ സ്വന്തം കാര്യത്തിനു വേണ്ടി പണം അപഹരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് യൂദാസിൻ്റെ ഹൃദയത്തിൽ തിന്മ കൂടുകൂട്ടിയിരുന്നു. അതിനെ ആദ്യ ഘട്ടത്തിൽ തന്നെ നശിപ്പിക്കുന്നതിന് പകരം അവനതിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. തനിക്ക് ഈശോ നൽകിയ ഉത്തരവാദിത്വവും പണം കൈകാര്യം ചെയ്യുന്നതിന് നൽകിയതായ സ്വാതന്ത്ര്യവുമെല്ലാം യൂദാസ് കറിയാത്ത ദുരുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈശോയുടെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി അതറിയാതെ തന്നെ മറിയം ഈശോയുടെ പാദങ്ങൾ അവളുടെ കണ്ണീര് കൊണ്ട് കഴുകുകയും അതോടൊപ്പം തന്നെ ഈശോയുടെ കാൽപാദങ്ങളിൽ വളരെ വിലകേറിയ സുഗന്ധം പൂശുകയും അവളുടെ മുടി കൊണ്ട് അത് തുടയ്ക്കുകയും കാലുകൾ ചുംബിക്കുകയും ചെയ്യുമ്പോൾ യൂദാസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയേറെ വിലകേറിയ സുഗന്ധം, ഒരു വർഷത്തെ ഒരാളുടെ കൂലി കിട്ടുന്ന അത്രയേറെ വലിയ തുക വിലപിടിപ്പുള്ള ഈ സുഗന്ധദ്രവ്യത്തിൻ്റെ സുഗന്ധം ഇവിടെയെല്ലാം പ്രസരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തുകൂടാ? അതിനുശേഷം സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്, അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി സൂക്ഷിക്കുന്നവനായിരുന്നതുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പരിഗണനയില്ലാതിരുന്നതുകൊണ്ടും അതേസമയം അവൻ ഇതിൽ നിന്ന് പണം അപഹരിച്ചിരുന്നത് കൊണ്ടുമാണ് അവന് കപടനാട്യം കാണിച്ചത്. അല്ലാതെ പാവങ്ങളോടുള്ള പരിഗണന കൊണ്ടല്ല, മറിച്ച് ഒരു കപടഭക്തി, കപട സ്നേഹമാണ് യൂദാസ് കറിയോത്ത കാണിക്കുക. അതുവഴിയായിട്ട് അവൻ്റെ ആ കമൻ്റ് വഴിയായിട്ട് ഈശോയോട് സ്നേഹം കാണിച്ച, പരിഗണന കാണിച്ച ആ മറിയത്തെ പോലും അവൻ വേദനിപ്പിക്കുകയായിരുന്നു. അന്ത്യാത്താഴ വേളയിൽ ഈശോ മിശിഹ അപ്പം എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ കൂട്ടത്തിൽ അന്ന് യൂദാസ് കറിയായിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈശോയിൽ നിന്ന് നേരിട്ട് ആ കൂദാശ സ്വീകരിച്ചപ്പോഴും അയാളുടെ ഹൃദയം നിറയെ പാപത്തിൻ്റെ കറ നിറഞ്ഞിരുന്നത് കൊണ്ട് അവനെ വിശുദ്ധീകരിക്കുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. നമ്മളും പാപത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മൾ അത് ശിക്ഷാവിധിക്കാണ് കാരണമാവുക, നേരെ മറിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ കാരണമാകുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ യൂദാസ് കറിയാത്തായുടെ തിന്മയുടെ കാര്യങ്ങൾ ഈശോ മുൻകൂട്ടി സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എക്കാലവും ജീവിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അങ്ങനെ എല്ലാം പഠിപ്പിക്കുമ്പോൾ അന്നത്തെ ശ്രോതാക്കൾക്ക്, ഈശോയുടെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കുവാൻ ക്ലേശകരമായി. കാരണം ഈശോ പരിശുദ്ധ കുർബാന എപ്പോഴും സ്ഥാപിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുവാൻ പ്രയാസം വന്നപ്പോൾ കർത്താവിൻ്റെ 12 അപ്പസ്തോലന്മാരൊഴികെയുള്ള ബാക്കി എല്ലാവരും ഈശോയെ വിട്ടുപോവുകയാണ്. അപ്പോൾ ഈശോ 12 പേരോടും ആയിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കാര്യം എന്താണ്, നിങ്ങളും പോകുന്നില്ലേ എന്ന് പറയുമ്പോൾ പത്രോസ്ലീഹ അതിന് മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങോട്ട് പോകും, അങ്ങിലാണല്ലോ ജീവൻ്റെ വചസ്സുകളുള്ളത് എന്ന്. ആ കൂട്ടത്തിൽ ഈശോ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളെ 12 പേരെയല്ലേ തിരഞ്ഞെടുത്തത്, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. യോഹന്നാൻ സുവിശേഷകൻ തുടർന്ന് പറയുകയാണ്, ശിമിയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ചാണ് ഈശോ അത് പറഞ്ഞത്. കാരണം അവൻ ഈശോയെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. യൂദാസിൻ്റെ മനസ്സിൽ പിശാച് കൂടുകൂട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഈശോയ്ക്ക് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ പലപ്പോഴും അവന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യൂദാസിന്, അല്ലെങ്കിൽ ശിഷ്യഗണത്തിന്. പക്ഷേ അപ്പോഴൊന്നും ആ പണത്തോടുള്ള ആർത്തി ഉപേക്ഷിക്കുവാൻ അവന് സാധിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അവൻ അവസാനം ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതും അവസാനം ചെന്ന് ആത്മഹത്യ ചെയ്യുന്നതുമെല്ലാം അതിൻ്റെ ഒരു ക്ലൈമാക്സിലും ആഫ്റ്റർമാത്തിലുമാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്ന യൂദാസിനെക്കുറിച്ച് ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഈശോ യൂദാസിനെ തൻ്റെ ശിഷ്യഗണത്തിൽ നിന്ന് മുൻകൂട്ടി തള്ളിക്കളഞ്ഞില്ല? അതിന് പല ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്, പ്രവചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഈശോയുടെ പരസ്യ ജീവിതവും
അല്ലെങ്കിൽ ഈശോയുടെ ജീവിതം തന്നെ പല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ്. സങ്കീർത്തനം 41 അധ്യായം 9 വാക്യത്തിൽ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, ഞാൻ വിശ്വസിച്ചവൻ, എൻ്റെ കൂടെ അപ്പം പങ്കിട്ടവൻ, അവൻ എനിക്കെതിരായി തിരിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 24 വാക്യത്തിൽ യൂദാസിനെക്കുറിച്ച് ഈശോ മുൻകൂട്ടി പറയുന്നുണ്ട്. ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരായാലും അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നല്ലതായിരുന്നു. എങ്കിലും ഈശോ യൂദാസിനെ ഈ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരനാകാൻ വേണ്ടി തുടർന്നും ശിഷ്യനായി തുടരുവാൻ അനുവദിക്കുകയാണ്. രണ്ടാമത്, യൂദാസിന് പശ്ചാത്തപിക്കുവാനുള്ള അവസരങ്ങൾ ഈശോ നൽകുന്നുണ്ട്. കാരണം പല പ്രാവശ്യം ഈശോ യൂദാസിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവൻ്റെ പാപത്തെക്കുറിച്ച്, അവൻ ചെയ്യുവാനിരിക്കുന്ന ആ തിന്മയെക്കുറിച്ച്. നമുക്കും ദൈവം മുന്നറിയിപ്പുകൾ നൽകും. നമ്മുടെ മരണം വരെ നമുക്ക് പശ്ചാത്തപിക്കുവാനായിട്ട് അവസരങ്ങൾ നൽകും. എത്രയും വേഗം നാം പശ്ചാത്തപിക്കുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. മൂന്നാമത്, നമുക്ക് എങ്ങനെ കപടനാട്യം ആൾക്കാർ കാണിക്കും എന്നുള്ളതിന് ഒരു പാഠമാണ് യൂദാസിൻ്റെ ജീവിതം. ബാഹ്യമായിട്ട് യൂദാസ് ഭക്തനായ ഈശോയുടെ ശിഷ്യനായി കാണപ്പെട്ടു. എന്നാൽ അവൻ്റെ ഉള്ളാകട്ടെ ദൈവത്തിൽ നിന്നും അകലെയായിരുന്നു. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് കപടനാട്യമല്ല, മറിച്ച് ദൈവത്തോടുള്ള ആത്മാർത്ഥ സ്നേഹമാണ്. ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ്. നാലാമത്, യൂദാസിൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഈശോ യൂദാസിനെ പറഞ്ഞു വിടാതിരുന്നതിൻ്റെ മറ്റൊരു കാരണം, ദൈവത്തിൻ്റെ പദ്ധതിയെ നശിപ്പിക്കുവാൻ ഒരാളുടെ തിന്മ കൊണ്ട് സാധിക്കുകയില്ല. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ് ഈശോ അറസ്റ്റ് ചെയ്യപ്പെടുകയും കുരിശുമരണത്തിന് വിധേയമാവുകയും ചെയ്യുന്നത് എങ്കിലും അവസാനം വിജയിക്കുന്നത് ഈശോയാണ്. കാരണം ഈശോ മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്തു. അതുകൊണ്ട് ദൈവമാണ് നിയന്ത്രണം. അതുപോലെ തന്നെ നമ്മളുടെ തിന്മകൾ വഴിയായി മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാൻ നമ്മൾ കൊടുക്കരുത്. അതുവഴി നശിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ തന്നെയായിരിക്കും. പ്രധാനാചാര്യന്മാരല്ല യൂദാസിനെ സമീപിക്കുന്നത്, മറിച്ച് യൂദാസാണ് അവരെ സമീപിച്ചിട്ട് പറയുക, നിങ്ങൾ ഈശോയെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, പക്ഷേ ആൾക്കൂട്ടം മൂലം എപ്പോഴും ഈശോയുടെ ചുറ്റും ആളുകളുണ്ട്, ആരാധകരുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്കായിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അങ്ങനെ യൂദാസാണ് പ്രധാനാചാര്യന്മാരെ കണ്ട് ഈശോയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ ചർച്ചയിലൂടെ 30 വെള്ളി നാണയത്തിന് ഈശോയെ ഒറ്റുകൊടുക്കുന്നതിന് പരസ്പര ധാരണയാകുന്നു. അത് പ്രവചനം സക്കറിയായുടെ പുസ്തകം 11 അധ്യായം 12-13 വാക്യങ്ങളുടെ പൂർത്തീകരണമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 21 അധ്യായം 32 വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു അടിമ അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെടുകയാണ് എങ്കിൽ അതിൻ്റെ ഓണർ അത് ഓണർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് 30 വെള്ളി നാണയമാണ്. അതായത് ഒരു വിലപിടിപ്പില്ലാത്ത ഏറ്റവും താഴ്ന്ന ഒരു മനുഷ്യൻ്റെ വിലയാണ് 30 വെള്ളി നാണയം ആ ബൈബിൾ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഈശോ ദൈവപുത്രനാണെങ്കിലും ഈശോയ്ക്ക് അവർ വില കൽപ്പിച്ചത് ഒരു അടിമയുടെ വിലയാണ്. സഭാ പ്രബോധകൻ്റെ പുസ്തകം 5 അധ്യായം 10 വാക്യത്തിൽ പറയുന്നുണ്ട്, ധനത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും അവൻ്റെ വരുമാനത്തിൽ സംതൃപ്തനാവുകയില്ല. ഇതാണ് യൂദാസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എങ്കിൽ നമ്മളിലും ഈ പണത്തോടുള്ള, ധനത്തോടുള്ള, സമ്പത്തിനോടുള്ള ആർത്തി കുടലെടുക്കുകയാണ് എങ്കിൽ നമ്മൾക്കും ആത്മീയമായ അന്ധത ബാധിക്കുകയും നമ്മളുടെ ആത്മീയമായ നാശത്തിനും മറ്റുള്ളവരോട് അനീതി കാണിക്കുന്നതിനും അവരുടെ വേദനകൾക്കും കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെ 30 വെള്ളി നാണയത്തിന് ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസ് പ്രധാന പുരോഹിതന്മാരുമായി ധാരണയുണ്ടാക്കിയ ശേഷം ഈശോയെ എങ്ങനെ ഒറ്റിക്കൊടുക്കാം അതിനുള്ള അവസരം നോക്കി നടക്കുകയായിരുന്നു യൂദാസ്. ലൂക്കായുടെയും യോഹന്നാൻ്റെയും സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന പ്രകാരം സാത്താൻ യൂദാസ് കറിയാത്തായുടെ ഹൃദയത്തിൽ കയറി
നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യൂദാസിൻ്റെ ഹൃദയത്തിൽ സാത്താൻ പ്രവേശിച്ചുവെന്ന്. ഒരുപക്ഷെ ചിലർ പറയും, യൂദാസ് കാണുന്നുണ്ട് ഈശോയെ പലപ്പോഴായി യഹൂദന്മാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ ഈശോ രക്ഷപ്പെടുന്നു. ഈശോയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോഴും തൻ്റെ സമയമാകാത്തത് കൊണ്ട് ഈശോ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് താൻ ഒറ്റിക്കൊടുത്താൽ പോലും ഈ 30 വെള്ളി നാണയം തൻ്റെ കയ്യിലിരിക്കുകയും ചെയ്യും, ഈശോ രക്ഷപ്പെട്ടുകൊള്ളുകയും ചെയ്യും എന്നുള്ള ഒരു വിചാരത്തോടുകൂടി ആയിരിക്കണം യൂദാസ് അപ്രകാരം ചെയ്തത് എന്ന്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി പറയുന്നുണ്ട് യൂദാസിൻ്റെ പ്രവർത്തന ഗൗരവമായ പാപം ആയിരുന്നുവെന്ന്. തൻ്റെ ഒറ്റുകാരനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ശാപം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നുവെന്ന്. അതുകൊണ്ട് യൂദാസ് ഒറ്റിക്കൊടുത്തത് എത്ര ഗൗരവമായ പാപമായിരുന്നുവെന്ന് ഈശോ തന്നെ വെളിവാക്കിയിട്ടുണ്ട്. അന്ത്യത്താഴ വേളയിൽ ഈശോ ആത്മാവിൽ അസ്വസ്ഥനായിരുന്നു. ഈശോ പറഞ്ഞു, ഈ 12 പേരിൽ ഒരുവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന്. അത് പറഞ്ഞപ്പോൾ അപ്പസ്തോല ഗണം മുഴുവനും വളരെ സ്തബ്ധരായി. അവർക്ക് മനോവേദനയുണ്ടായി. നാഥ, അത് ഞാനാണോ എന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂദാസും പറഞ്ഞു, ഞാനല്ലല്ലോ ഗുരു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത്, നീ അപ്രകാരം പറഞ്ഞല്ലോ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഈശോ താൻ വാഴ്ത്തിയ അപ്പം എടുത്ത് തിരുരക്തത്തിൽ മുക്കിയിട്ട് അവന് നൽകുകയാണ്. എന്നിട്ട് ഈശോ യൂദാസിനോട് പറഞ്ഞു, നീ നിൻ്റെ ദൗത്യം നിർവഹിച്ചു കൊള്ളുക എന്ന്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അപ്പോഴും അവന് അപ്പം പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴാണ് സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുക. അപ്പോഴും ഈശോ യൂദാസിനെ തള്ളി പറയുന്നില്ല, അവിടെ നിന്നും ഇറക്കി വിടുന്നില്ല. ഗെത്സമൻ തോട്ടത്തിൽ ആയിരിക്കുന്ന അവസരത്തിൽ യൂദാസ് പോയി പട്ടാളക്കാരെയും കൂട്ടി വരികയാണ്. അവിടെ കൃത്രിമമായിട്ട് ഈശോയോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈശോയെ ചുംബിച്ച് അഭിവാദനം ചെയ്യുന്ന അവസരത്തിൽ ഈശോ യൂദാസിനോട് പറയുന്നത് സുഹൃത്ത് എന്ന അഭിസംബോധനയോടുകൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ യൂദാസ് ആകട്ടെ ഈശോയെ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കുമ്പോഴും ഈശോ അതിന് അനുവദിക്കുകയാണ്. ഈശോ അപ്പോഴും യൂദാസിനെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളുടെ അത്യാഗ്രഹം അത് ഒരു അസുഖമാണ്, അത് ഒരു അഡിക്ഷനാണ്, ഒരു തഴക്കദോഷമാണ്. ഈ തഴക്കദോഷത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒഴിവാക്കിയില്ല എങ്കിൽ അത് വളർന്ന് പന്തലിച്ച് നമ്മളെ കീഴടക്കും. അതിനുശേഷം അതിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുകയും ചെയ്യും. ഒറ്റുകാരനായ യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്ത ശേഷം അവൻ പശ്ചാത്തപിക്കുന്നതായി പറയുന്നുണ്ട്. അവന് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അവൻ ആ 12 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്തു പോയി, നിഷ്കളങ്കനായ അവൻ്റെ രക്തം ഞാൻ ഒറ്റിക്കൊടുത്തുവെന്ന്. അങ്ങനെ അവന് തന്നെ ബോധ്യമായി ഈശോ നിഷ്കളങ്കനാണെന്നും അതോടൊപ്പം തന്നെ താൻ പാപിയാണെന്നും താൻ ചെയ്തതൊരു ഒറ്റിക്കൊടുക്കലായിരുന്നുവെന്നും. അതുകൊണ്ടാണ് അയാൾ ആ വെള്ളി നാണയം താൻ തനിക്ക് തന്നെ ഉപയോഗിക്കാതെ അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാർ അത് വാങ്ങിക്കാതെ വരുമ്പോൾ അത് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചാകുന്നത്. അതുകൊണ്ട് അവന് കുറ്റബോധമുണ്ടാകുന്നുണ്ട്. അവന് ദൈവത്തിലേക്ക് തിരിച്ചെത്തുവാൻ പറ്റാത്ത വിധം സാത്താൻ അവരെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ടാണ് നമ്മളിൽ പാപം കൊടികുത്തി വാഴുന്നതിന് മുൻപ് തന്നെ ദൈവത്തെങ്കിലേക്ക് നാം പിന്തിരിഞ്ഞില്ലെങ്കിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ സാത്താൻ പിന്നെ നമ്മളെ അനുവദിക്കുകയില്ല. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവൻ തലകീഴായി വീണ് അവൻ്റെ മാറിടം പൊട്ടിപ്പുളർന്നുവെന്ന് പറയുന്നുണ്ട്. അക്കൽദാമ അല്ലെങ്കിൽ രക്തത്തിൻ്റെ പറമ്പ് എന്ന് പിന്നീട് ആ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ശ്ലീഹ യൂദാസ്കറിയാത്തായുടെ ആ അന്ത്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഇത് മുൻകൂട്ടി കണ്ടിരുന്നു, ആ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നതിനാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന്. അതുകൊണ്ട് അപ്പസ്തോല ഗണത്തിൻ്റെ 12 എന്നുള്ള ആ നമ്പർ കീപ്പപ്പ് ചെയ്യുവാൻ വേണ്ടി പത്രോസിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യഗണങ്ങൾ
മത്തിയാസിനെ പകരം തിരഞ്ഞെടുക്കുന്നുണ്ട്. യൂദാസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പല പാരമ്പര്യങ്ങളും ചില ലിഖിതങ്ങളുമൊക്കെയുണ്ട്. മിഡീവൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദിമ കാലഘട്ടത്തിലുമൊക്കെ എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങളോ പാരമ്പര്യങ്ങളോ ഉണ്ട്. അത് പലതും സഭ അംഗീകരിക്കുന്നതല്ല. ഒരു ഗ്നോസ്റ്റിക് സെക്ട്, അവരുടെ കെയ്നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം യൂദാസിനെ ആദരിച്ചിരുന്നു. അവർ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അവർ ചിന്തിച്ചത് ഇതാണ്: യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കലാണ് ഈശോയുടെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുവാൻ സഹായകമായത്. അതുകൊണ്ട് യൂദാസിന് അങ്ങനെ ഒരു റോള് വേണ്ടതായിരുന്നു എന്നാണ്. അങ്ങനെ തലകീഴായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം അത് പറയുന്നത് യൂദാസിനോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, കാരണം അത് ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി എന്നാണ്. അവർ വിശ്വാസത്തിൽ ഒരു ഹീറോയായിട്ടാണ് യൂദാസിനെ അവതരിപ്പിക്കുക. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട യൂദാസിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഒരു ഗ്നോസ്റ്റിക് ഗ്രന്ഥമുണ്ട്. അത് 21-ാമത്തെ നൂറ്റാണ്ടിൽ കണ്ടെത്തുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം ഈശോ യൂദാസും തമ്മിലുള്ള ഒരു ധാരണയിലാണ് ഈശോയുടെ ആ മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് യൂദാസിനെ ഈശോ അപ്രകാരം അനുവദിച്ചത് എന്ന്. എന്നാൽ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം സഭ നിരാകരിക്കുകയാണ്. കാരണം കാനോനിക ഗ്രന്ഥങ്ങളിലെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇങ്ങനെയുള്ള ലിഖിതങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ പ്രബോധനങ്ങളും നടക്കുക. കാരണം വിശുദ്ധ ഗ്രന്ഥം അവയാളെ ഒരു വഞ്ചകനായിട്ടും ഒരു തിന്മയുടെ പ്രതീകമായിട്ടുമാണ് അവതരിപ്പിക്കുക. 3-ാം നൂറ്റാണ്ടിലെ ഒരു ക്രൈസ്തവ എഴുത്തുകാരനായ ഒറിജൻ അദ്ദേഹം പറയുക, ഒരുപക്ഷെ യൂദാസ് ആത്മഹത്യ ചെയ്തത് എത്രയും വേഗം സ്വർഗത്തിൽ ചെന്ന് ഈശോയുടെ അടുക്കൽ ചെന്ന് മാപ്പ് അപേക്ഷിക്കാനാണെന്നാണ്. അതുപോലെ തന്നെ ചില ക്രൈസ്തവ സാഹിത്യങ്ങളിലും കലകളിലുമൊക്കെ ക്ലാസിക്കലായിട്ടുള്ളതിലൊക്കെ യൂദാസിനെ ഒരു വലിയ പരാജിതനായിട്ടാണ് ചിത്രീകരിക്കുക. ഇപ്രകാരമാണെങ്കിലും കത്തോലിക്കാ സഭയുടെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ധാർമ്മികമായ ഒരു പതനത്തിൻ്റെ പ്രതീകമായിട്ടാണ് യൂദാസിനെ കത്തോലിക്കാ സഭ കാണുക. എന്നാൽ യൂദാസിൻ്റെ മരണാനന്തര വിധിയെക്കുറിച്ച് കത്തോലിക്കാ സഭ പറയുക, അതിൻ്റെ ഒരു അന്തിമ വിധി എന്ന് പറയുന്നത് ദൈവത്തിനുള്ളതാണ്, അവനെ വിധിക്കാൻ നമ്മൾ ആരും അല്ല. എന്നാൽ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ യൂദാസ് നിത്യമായ ശിക്ഷയ്ക്ക് അർഹനായാണ് എന്ന് വിശ്വസിച്ച് പോരുന്നു. കാരണം അവൻ പശ്ചാത്തപിക്കാതെ ഗൗരവമായ പാപത്തോടു കൂടിയാണ് മരിക്കുന്നത്. വിശുദ്ധരും ദൈവശാസ്ത്രജ്ഞരുമായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, സെൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധ തോമസ് അക്വീനാസ്, വിശുദ്ധ അൽഫോൺസ് ലിഗാരി അങ്ങനെയുള്ളവർ പറയുക, അന്തിമമായിട്ടുള്ള നാശത്തിൻ്റെ അവസ്ഥയിലാണ് യൂദാസ് മരിച്ചത്. ഇനി ചുരുക്കം ചില ആളുകൾ പറയുന്നുണ്ട്, ഒരുപക്ഷെ യൂദാസ് മരിക്കുന്നതിന് മുൻപായിട്ട് പശ്ചാത്തപിച്ചിട്ടുണ്ടാകാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്, ഈ യൂദാസിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മളല്ല വിധിക്കേണ്ടത്. നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉറപ്പോടുകൂടി അയാൾ ബൈബിളിൽ പറഞ്ഞതിനേക്കാൾ അധികമായിട്ടൊന്നും നമുക്ക് പറയുവാൻ അവകാശമില്ല. അതുകൊണ്ട് സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇവരൊരു നമുക്കുള്ള ഒരു വാണിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. അതായത് നമ്മൾ യൂദാസ്കറിയോത്തെ ആദരിക്കുകയല്ല, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. എന്താണ് ക്രൈസ്തവരെന്ന നിലയിൽ യൂദാസിൻ്റെ ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ളത്? ഒന്നാമതായിട്ട് ഭൗതികമായ താല്പര്യങ്ങൾ, അവയോടുള്ള നമ്മളുടെ ആർത്തി നമ്മൾ നിയന്ത്രിക്കാൻ ഒഴിവാക്കാൻ ശ്രമിക്കണം. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാവിധ തിന്മകളുടെയും അടിവേര് പണത്തോടുള്ള സ്നേഹമാണ് എന്നാണ്. അതായത് യൂദാസിൻ്റെ ജീവിതത്തിൽ അയാൾ ക്രിസ്തു ശിഷ്യനായിരിക്കെ പണത്തോടുള്ള ആർത്തി വർദ്ധിച്ചു വന്നപ്പോഴാണ് ക്രമേണ അയാൾ ഒരു തിന്മയുടെ പ്രതീകമായി മാറിയത്. നമ്മളും നമ്മളെ തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കണം. രണ്ടാമത്, യൂദാസ്കറിയാത്ത ഒറ്റയടിക്ക് ഒരു വലിയ കൊടുംപാവിയായി മാറുകയല്ല. അയാൾ വിശുദ്ധിയിൽ നിന്ന് തിന്മയിലേക്ക് പടിപടിയായിട്ട് വളരുകയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ലിയോ മാർപ്പാപ്പ പറയുന്നുണ്ട്, ദെർ വാസ് എ പ്രോഗ്രസീവ് നേച്ചർ ഓഫ് സിൻ. പാപത്തിൻ്റെ പടിപടിയായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് യൂദാസിലെ കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് തിന്മ എന്ന് പറയുന്നത് ഒരു ധാന്യത്തിൽ നിന്ന്
ഒരു വിത്തിൽ നിന്ന് പൊട്ടി വിടർന്ന് ഒരു ചെറിയ ചെടിയായി വളർന്ന് അത് വലിയ മരമായി ബഹുലമാകുന്ന പറിച്ചു കളയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വൻ മരമായി മാറുന്നത് പോലെയാണ്. അത് പിന്നീട് നമുക്ക് ആർക്കും എടുത്ത് നശിപ്പിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വരും. അതുകൊണ്ട് നമ്മളിലെ തിന്മ വളർന്ന് വലുതായി നമ്മളെ തന്നെ നിയന്ത്രിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളതിനെ നിയന്ത്രിക്കണം. നമ്മളുടെ ചില തഴക്കദോഷങ്ങൾ, അത് മദ്യപാനമാകാം, ഡ്രഗ്സ് ആകാം, മറ്റുള്ളവരോട് അനീതി പ്രവർത്തിക്കുന്നതാകാം, മോഷണമാകാം, ലൈംഗികമായ അധാർമികതയാകാം, അതൊക്കെ ആദ്യകാലത്തിൽ തന്നെ നിയന്ത്രിച്ചില്ല എങ്കിൽ അവ നമ്മളെ കീഴടക്കുകയും നമ്മളെയും നശിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ദാരുണമായ വിഷമങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. തീ ആളി പടരുന്നതിന് മുമ്പ് കെടുത്തുക എന്ന് പറയുന്നത് പോലെയാണിത്. അതുകൊണ്ട് നീ എത്ര നീതിമാനും തിന്മയിലേക്ക് ചായുവാനും ആ തിന്മ അവനെ നശിപ്പിക്കുവാനും കാരണമാകാം. മൂന്നാമത്, യൂദാസിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നീട്ടിക്കൊണ്ടു പോകരുത്. എത്രയും വേഗം നമ്മൾ ദൈവത്തിൻ്റെ കരുണ യാചിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്യണം. യൂദാസ് അതിന് സാധിക്കാതെ വന്നപ്പോൾ അയാൾ നൈരാശ്യത്തിലേക്ക് വിട്ടു. അയാൾ ആത്മഹത്യയ്ക്ക് പ്രേരകമായി തീർന്നു. അതുകൊണ്ടാണ് സഭ കൂടെ നമ്മൾ അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുമ്പസാരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കണമെന്നും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുതെന്നും പറയുക. അല്ലെങ്കിൽ പിന്നീട് ആ കഠിന ഹൃദയപരായി കഴിയുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുവാൻ സാത്താൻ നമ്മളെ അനുവദിക്കുകയില്ല. മറ്റൊന്ന്, നമ്മൾക്ക് കുറ്റബോധമുണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്നും അകലുകയല്ല, മറിച്ച് ദൈവത്തിലേക്ക് തിരിയുകയാണ് വേണ്ടത്. ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എളിമയോടുകൂടി പരിഹാരം ചെയ്യുവാൻ തയ്യാറായി പോലും വന്നതുപോലെ നമ്മളും തിരിയണം. പത്രോസ് ചെയ്തതുപോലെ നമുക്ക് പശ്ചാത്താപത്തോടെ ഈശോയുടെ പക്കലേക്ക് തിരിയുവാൻ പറ്റണം. യൂദാസിനെ പോലെ നിരാശനായി പോയി ആത്മഹത്യ ചെയ്യുകയല്ല. ആത്മഹത്യ ഒരു പ്രശ്ന പരിഹാരമല്ല. അതുകൊണ്ട് പത്രോസ് ചെയ്തതുപോലെ നാം തിന്മ ചെയ്താലും മാനുഷികമായ ബലഹീനതയിൽ നമുക്ക് വരുന്ന വീഴ്ചകളിലും നമ്മളോട് ക്ഷമിക്കുവാൻ ദൈവം സന്നദ്ധനാണ്, ഈശോ സന്നദ്ധനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ഈശോയെ, 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായി അങ്ങ് യൂദാസിനെ തിരഞ്ഞെടുത്തുവല്ലോ. മറ്റപ്പസ്തോലന്മാരെ പോലെ അങ്ങ് അവനെ സ്നേഹിച്ചു, അവനെ വിശ്വസിച്ചു, അവനെ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. അങ്ങയുടെ പരിശുദ്ധ കുർബാന പോലും അന്ത്യത്താഴവേളയിൽ അങ്ങ് അവനായി പങ്കുവെച്ചു. എന്നാൽ യൂദാസ് കറിയാത്ത അങ്ങിൽ നിന്നും പണത്തോടുള്ള ആർത്തി മൂലം അകന്നുപോയി. അവൻ നിരാശനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. യൂദാസിൻ്റെ ജീവിതം ദൈവമേ ഞങ്ങൾക്കൊരു പാഠമാകട്ടെ. ഞങ്ങളുടെ ഹൃദയം തിന്മ കൊണ്ട് നിറയാതെ, ധനത്തോടുള്ള, സമ്പത്തിനോടുള്ള, ഭൗതികതയോടുള്ള സ്നേഹത്താൽ നിറയാതെ, അങ്ങയോടുള്ള സ്നേഹത്താൽ, അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയാൽ നിറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പാപം ഞങ്ങളെ ഒരിക്കലും അങ്ങിൽ നിന്നും അകറ്റുവാൻ ഇടയാക്കരുതേ. അങ്ങയുടെ കരുണയുടെ മാഹാത്മ്യവും അതിനുള്ള സന്നദ്ധതയും മനസ്സിലാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പത്രോസിനെ പോലെ പശ്ചാത്തപിക്കുവാൻ, അങ്ങയിൽ നിന്ന് സ്നേഹം കണ്ടെത്തുവാൻ, കരുണ കണ്ടെത്തുവാൻ, മാപ്പ് സ്വീകരിക്കുവാൻ ഞങ്ങളെ തയ്യാറാക്കണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിതരെന്ന് രീതിയിൽ പരിഗണിക്കുന്നത് പോലെ അത് മനസ്സിലാക്കി അങ്ങയുടെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അങ്ങയിൽ നിന്നും അകന്നു പോകാതെ വീഴ്ചയിൽ തളരാതെ ഞങ്ങളെ നിലനിർത്തുവാനും അങ്ങയുടെ കരുണയാൽ ഞങ്ങളെക്കാലവും വിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.